നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി രണ്ടാമത്തെ ശ്ലോകം സുഭദ്രാഹരണമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഭദ്രാം ഭദ്രാം ഭവദ് അവരജാം ഭവദവരജാം കൗരവേണ അർത്ഥ്യമാനാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാച താം അഹൃത കുഹനാമസ്കരി ശക്രസൂനുഃ തത്ര ക്രുദ്ധം ബലം അനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായഃ. ഇവിടെ വീണ്ടും ഒരു മഹാഭാരത കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവർ പാഞ്ചാലിയോടൊത്ത് വസിക്കുന്ന കാലത്ത് നാരദർ അവിടെ എത്തിയിട്ട് ഒരു ദിവസം അവിടെ എത്തിയിട്ട് എല്ലാവർക്കും കൂടെ ഒരേ ഒരു പാഞ്ചാലി, ഒരേ ഒരു ദ്രൗപദി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവെ പറയാറുണ്ട്, മനുഷ്യർ തമ്മിൽ കലഹത്തിനുള്ള പ്രധാനമായ രണ്ട് കാരണങ്ങൾ, ഒന്ന് കനകം അല്ലെങ്കിൽ മറ്റൊന്ന് കാമിനി. അതാണ് കനകം മൂലം കാമിനി മൂലം എന്ന് പറയും. അപ്പൊ ഇവിടെ അതിസുന്ദരിയായ പാഞ്ചാലി കാരണം ഈ സഹോദരങ്ങൾ ഒരിക്കലും തമ്മിൽ തെറ്റരുത് എന്ന ആഗ്രഹത്താൽ നാരദർ ഒരു വ്യവസ്ഥ വെച്ചു. അതായത് പാഞ്ചാലി ഓരോ വർഷം ഓരോ പാണ്ഡവരുടെ കൂടെ താമസിക്കുക. അങ്ങനെ ഏതൊരാളുടെ കൂടെയാണോ താമസിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരൊക്കെ സഹോദര സ്ഥാനത്തും അല്ലെങ്കിൽ ഒരു അന്യപുരുഷന്മാരെ പോലെ പെരുമാറണം എന്നാണ് ഒരു വ്യവസ്ഥ. അങ്ങനെ ആവുമ്പോ ഈ പാഞ്ചാലി ആരുടെ കൂടെയാണോ ആ ഒരു വർഷം താമസിക്കുന്നത് അവർ ഏകാന്തത്തിൽ ഇരിക്കുമ്പോഴോ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോഴോ മറ്റുള്ള പാണ്ഡവരാരും അങ്ങോട്ട് പോകാൻ പാടില്ല. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ ആ പോകുന്നയാൾ 12 വർഷം ഒരു സന്യാസിയെ പോലെ വേഷമിട്ട്, അതായത് സന്യാസം സ്വീകരിക്കണമെന്നല്ല, പക്ഷെ അതുപോലെ ഒരു തീർത്ഥാടനമായിട്ടോ അല്ലെങ്കിൽ കാട്ടിലോ എങ്ങനെയായാലും 12 വർഷം മാറി നിൽക്കണം. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ദ്രപ്രസ്ഥത്തിൽ വളരെ ഗംഭീരമായ ഭരണമാണ് യുധിഷ്ഠിരൻ കാഴ്ചവെച്ചത്. എന്നിട്ടും ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ വന്ന് ഒരു പരാതി പറഞ്ഞു. തന്റെ കുറെ പശുക്കളെ കുറെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി. അത് അങ്ങയുടെ ഭരണത്തിന്റെ ആ ഒരു ശരിയ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ തന്നെ ഒരു ശരണം ഉണ്ടാക്കിത്തരണം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ പറഞ്ഞു, ശരി, ഞാൻ ആ പശുക്കളെ വീണ്ടെടുത്ത് തരാം എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് ആലോചിച്ചത്, ആയുധപുരയിൽ പോയിട്ട് വേണം ആയുധങ്ങൾ എടുക്കാൻ. ആ സമയത്ത് യുധിഷ്ഠിരന്റെ കൂടെയായിരുന്നു പാഞ്ചാലി. അപ്പൊ ആ യുധിഷ്ഠിരനും പാഞ്ചാലിയും അവിടെ എന്തോ സ്വകാര്യ സംഭാഷണത്തിൽ ഇരിക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ അർജുനനാകെ ധർമ്മസങ്കടത്തിലായി. ആയുധപുരയിൽ കയറാതെ ആയുധമെടുത്ത് ബ്രാഹ്മണനെ സഹായിക്കാനും സാധ്യമല്ല. എന്നാൽ അവിടെ കയറിയാൽ അത് ആ വ്യവസ്ഥ ലംഘിക്കുകയും 12 വർഷം കാട്ടിൽ പോവുകയും ചെയ്യണം. അല്ലെങ്കിൽ കാട്ടിൽ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം.
ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും എന്നറിയാതെ അർജുനൻ കുറച്ചു നേരം ഒന്ന് സങ്കടത്തിലായി. പിന്നെ തീരുമാനിച്ചു, ഇവിടെ ധർമ്മരക്ഷണമാണ് പ്രധാനം. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ സന്യാസിയെ പോലെ കുറച്ചുനാൾ ജീവിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ ജ്യേഷ്ഠന്റെ അടുത്ത് പോയിട്ട് ആ ആയുധം എടുക്കാൻ ഞാൻ പോവുകയാണ് എന്ന രീതിയിൽ പോയി ആയുധമെടുത്തു. അങ്ങനെ അർജുനൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ആ ബ്രാഹ്മണനെ സഹായിച്ചു. പക്ഷെ അർജുനൻ യുധിഷ്ഠിരന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം അർജുന, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് നീ ഇപ്പോൾ ആ വ്യവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒന്ന് ലംഘിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പോവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, അതല്ല, വ്യവസ്ഥ എപ്പോഴും വ്യവസ്ഥ തന്നെയാണ്, നമ്മളായിട്ട് അത് തെറ്റിക്കരുത്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് അർജുനൻ പല നാടുകളിലായിട്ട് ഇങ്ങനെ പോയി തീർത്ഥാടനമൊക്കെ ചെയ്ത്. അങ്ങനെ അർജുനൻ തന്റെ സുഹൃത്തും തന്റെ രക്ഷകനായിട്ട് കാണുകയും ചെയ്യുന്ന ആ ഭഗവാന്റെ ദ്വാരകയിൽ എത്തി. അവിടെ എത്തിയ സമയത്ത്, അതാണ് സന്യാസ വേഷമേ ഉള്ളൂ, സന്യാസിയുടെ മനസ്സൊന്നുമില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ, അതായത് ഭഗവാൻ തന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു, വസുദേവരെയും ദേവകിയെയും. അതിനുശേഷം അവർ സാധാരണ കുടുംബജീവിതം നയിച്ചിരുന്നു. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദേവകന്റെ 5 മക്കളെയും വസുദേവർ കല്യാണം കഴിച്ചിരുന്നു. അതിൽ ഒരാളാണ് രോഹിണി. അങ്ങനെ ഈ കാരാഗ്രഹവാസത്തിന് ശേഷം വസുദേവർക്ക് രോഹിണിയിൽ ഉണ്ടായ മകളാണ് സുഭദ്ര. അതുകൊണ്ട് തന്നെ ഭഗവാനെയും ബലരാമനേക്കാളും ഒരുപാട് ഇളയതാണ് സുഭദ്ര. മാത്രമല്ല, ഇവിടെ ബലരാമന് കുറച്ചുകൂടെ ഒരു അധികാരം സുഭദ്രയിലുണ്ട്. കാരണം ബലരാമന്റെ നേർ സഹോദരിയാണ് സുഭദ്ര. ഇങ്ങനെ ഈ ദ്വാരകയിൽ താമസിക്കുന്ന കാലത്ത് അർജുനന് സുഭദ്രയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവർ തമ്മിൽ അനുരാഗത്തിലായി. ആ കഥയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഭവത് അവരജാം, ഭഗവാനെ അങ്ങയുടെ അനുജത്തിയും അതേസമയം കൗരവേണ, ഇവിടെ കൗരവൻ എന്നതുകൊണ്ട് ദുര്യോധനൻ, ദുര്യോധനനാൽ അർത്ഥ്യമാനാം, തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറയുകയും ചെയ്തത്. കാരണം മുമ്പത്തെ ദശകത്തിൽ നമ്മൾ കണ്ടു, ബലരാമന്റെ ശിഷ്യനായിട്ട് കുറച്ചുനാൾ ദുര്യോധനൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബലരാമന് ദുര്യോധനനുമായിട്ട് ഒരു അടുപ്പം ഉണ്ട്. ആ ഒരു അടുപ്പം വെച്ചിട്ട് തന്നെ ദുര്യോധനൻ സുഭദ്രയെ കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം ബലരാമനോട് പറഞ്ഞിരുന്നു. ആ ബലരാമനും അത് താല്പര്യമായിരുന്നു. അതാണ് കൗരവേണ അർത്ഥ്യമാനാം, ആ ദുര്യോധനനാൽ തനിക്ക് തരണം എന്ന് പറയപ്പെട്ട ഭദ്രാം, വളരെ മംഗളകാരിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സുന്ദരിയും സുശീലയുമായിട്ടുള്ള താം ഭദ്രാം, ആ സുഭദ്രയെ, രണ്ടും ഭദ്രാം എന്നാണ്. ഒന്ന് സുഭദ്രയുടെ പേരിനെ സൂചിപ്പിക്കുന്നു, മറ്റേ ഭദ്ര എന്നത് സുഭദ്രയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ആ സുഭദ്രയെ കുഹനാമസ്കരി, കപട സന്യാസിയായിട്ട്, അതാണ് ഇവിടെ കപട സന്യാസി എന്ന് പറയാൻ കാരണം, ഒരു യഥാർത്ഥ സന്യാസിയാണെങ്കിൽ അനുരാഗം ഉണ്ടാകില്ല. പക്ഷെ ഇതൊരു വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ എന്നാൽ ഒരു സന്യാസിയുടെ വേഷം ധരിക്കുന്നു. കാരണം തീർത്ഥാടനത്തിന് പോവുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ കുറെ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ദ്വാരകയിൽ എത്തിയത്. അതുകൊണ്ടാണ് അവിടെ കപട സന്യാസിയായിട്ട് വന്ന് അവിടെ ദ്വാരകയിൽ പാർത്തിരുന്ന ശക്രസൂനു, ശക്രൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ മകനാണ് യഥാർത്ഥത്തിൽ അർജുനൻ. അത് നമുക്കറിയാവുന്ന കഥയാണ്. കുന്തി ഇന്ദ്രനിൽ നിന്ന് വരം സ്വീകരിച്ച് ഉണ്ടായ മകനാണ് അർജുനൻ. അപ്പോ ഇന്ദ്രന്റെ മകനായിട്ടുള്ള ശക്രസൂനു ആയിട്ടുള്ള അർജുനൻ ത്വതുവാച, ഭഗവാനെ അങ്ങ് അത് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അങ്ങയുടെ വാക്ക് കേട്ടിട്ട് അഹൃത, അപഹരിച്ചു. കാരണം ഭഗവാൻ പറഞ്ഞു, അർജുന, നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ തൽക്കാലം കല്യാണം കഴിപ്പിച്ചു തരാനുള്ള ഒരു സാഹചര്യം അല്ല. കാരണം ബലരാമൻ ഇതിന് എതിരാണ്. അതുകൊണ്ട്
ഞാൻ എങ്ങനെയാണോ രുക്മിണിയെ കടത്തിക്കൊണ്ടുവന്നത് അതുപോലെ നീ സുഭദ്രയെ കടത്തിക്കൊണ്ടു പോയിക്കോളൂ എന്ന് ഭഗവാൻ തന്നെ അതിന് അനുവാദം കൊടുത്തു. ഇതാണ് ത്വദ്വാച അഹൃത, ഭഗവാനെ അങ്ങയുടെ വാക്ക് കേട്ടിട്ട് അപഹരിച്ചു. ഇത് കണ്ടിട്ട് തത്ര ക്രുദ്ധം, ഇത് കണ്ടിട്ട് ക്രുദ്ധനായിട്ടുള്ള ബലരാമനെ അനുനയൻ, ഭഗവാൻ കൃഷ്ണൻ അനുനയിപ്പിച്ചിട്ട് പിന്നീട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചപ്പോൾ ബലരാമനും ശരി എങ്കിൽ പിന്നെ സമ്മതമായി എന്നുള്ള രീതിയിലായപ്പോൾ പ്രിയ സഖ മുദേ, വീണ്ടും കടത്തിക്കൊണ്ടു പോയ അർജുനനെ തിരിച്ചു വിളിച്ചിട്ട് അങ്ങനെ കല്യാണമായിട്ട് തന്നെ നടത്തിക്കൊടുത്തു. അതിനുശേഷം പ്രിയ സഖ മുദേ, തന്റെ പ്രിയ സഖാവായിട്ടുള്ള അർജുനന്റെ ഒരു സന്തോഷത്തിനായിട്ട് സത്യഭാമ സഹായ, സത്യഭാമയോടു കൂടി തന്നെ സത്യഭാമ സഹായ തേന സാർദ്ധം, സത്യഭാമയോടു കൂടിയും ബലരാമനോടും ഒന്നിച്ചിട്ട് തേന സാർദ്ധം അവർ രണ്ടുപേരോടും കൂടിയിട്ട് പിന്നീട് ശക്രപ്രസ്ഥം, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രത്യഗാഹ തിരിച്ചു വന്നു. അപ്പൊ അവിടെ കപട സന്യാസി എന്ന് പറയാൻ കാരണം പറഞ്ഞു, അങ്ങനെ ആ സന്യാസിയുടെ രൂപത്തിൽ ഇരുന്നുവെങ്കിലും ഒരിക്കൽ ഒരു ഉത്സവത്തിന് പോയ സമയത്താണ് സുഭദ്രയെ അർജുനൻ കാണുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, തനിക്ക് മനസ്സിലായോ അത് ആരാണെന്ന്? എൻ്റെ അനുജത്തിയാണ്, സുഭദ്രയാണ്. തനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇപ്പോൾ നേരായ രീതിയിൽ ഒരു കല്യാണം നടക്കില്ല, അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ തന്നെ അനുവാദം കൊടുത്തു. അങ്ങനെ അർജുനൻ അപഹരിച്ചു പോകുന്നത് കണ്ടിട്ട് ഭഗവാൻ അനുവാദം കൊടുത്ത കാര്യമൊന്നും ബലരാമൻ അറിയില്ല. ബലരാമൻ ആകെ ക്രോധാകുലനായി. ബലരാമന്റെ കൂടെയുള്ള യാദവന്മാരൊക്കെ അർജുനനെ തടയാനൊക്കെ പോയി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ആയിട്ടില്ല, നമുക്ക് കൃഷ്ണനോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് പോകുമ്പോ കൃഷ്ണൻ വളരെ എന്താ പറയാ തണുപ്പം മട്ടില്ല. അത് കുഴപ്പമില്ല, നല്ലവനല്ലേ അർജുനൻ, എന്താ കുഴപ്പം? അർജുനൻ ആരാന്നാ വിചാരം? അർജുനനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ നമ്മുടെ അനുജത്തി അത്രയും ഭാഗ്യം ചെയ്യണം. മാത്രമല്ല ബന്ധം കൊണ്ടും ഇതൊരു എന്താ പറയാ അവന് വേണ്ട പെണ്ണാണ്. എന്താ പറയാ മുറപ്പെണ്ണായിട്ട് വരും. കാരണം വസുദേവരുടെ പെങ്ങളുടെ മകനാണ് അർജുനൻ. അപ്പൊ വസുദേവരുടെ മകളാണ് സുഭദ്ര. അങ്ങനെ നോക്കിയാലും ഈ ബന്ധത്തിൽ എന്താണ് തെറ്റ്? പിന്നെ ഇനി യുദ്ധത്തിനൊക്കെ പോയിട്ട് എങ്ങാനും അർജുനനോട് നമ്മൾ തോറ്റാൽ അതിലും പരം നാണക്കേട് വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതങ്ങ് നടത്തിക്കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോ ബലരാമൻ ശരി എങ്കിൽ പിന്നെ വേറെ എന്താ വഴി? അപ്പൊ ബലരാമന് പ്രധാനമായുമുള്ള ദേഷ്യം ദുര്യോധനൻ ഒരു വാക്ക് കൊടുത്തിരുന്നു എന്നതാണ്. എന്തായാലും ഇപ്പം വേറെ നിവൃത്തിയില്ല, തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞു. അങ്ങനെ പിന്നീട് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വിവാഹം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊടുത്തു. അങ്ങനെ പിന്നെ ഇവരാരായി? പെണ്ണിന്റെ വീട്ടുകാരായി കൃഷ്ണനും ബലരാമനും ഒക്കെ. അങ്ങനെ പെൺവീട്ടുകാരായിട്ട് ഈ അർജുനനോട് കൂടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ അങ്ങനെ അവരുടെ സത്കാരമൊക്കെ സ്വീകരിച്ച് അങ്ങനെ കുറച്ചുനാൾ അവിടെ താമസിച്ചു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 2. ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാചാതാമഹൃതകുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും ഒക്കെ ഓർക്കുന്നു. ഭട്ടതിരിപ്പാടും ഗുരുവായൂരപ്പനും വേദവ്യാസ മഹർഷിയൊക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദശകം 81 രണ്ടാമത്തെ ശ്ലോകമാണ്. വളരെ രസകരമായ ഒരു ലീലയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സുഭദ്രാഹരണമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പാണ്ഡവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായിട്ട് കഴിഞ്ഞ സമയത്ത് ഓരോ വർഷവും ഓരോ ഭർത്താക്കന്മാരുടെ കൂടെ പാഞ്ചാലി, ആ സമയത്ത് മറ്റ് പാണ്ഡവരവിടെ ചെല്ലാൻ പാടില്ല എന്നൊക്കെ വ്യവസ്ഥയുള്ളതാണ്. പക്ഷെ ആ സമയത്താണ് സ്വന്തം പശുക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരവസ്ഥയിൽ ബ്രാഹ്മണൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പാണ്ഡവരെ സമീപിക്കുന്നതും പ്രത്യേകിച്ച് അർജുനനെ സമീപിക്കുന്നു. അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ബ്രാഹ്മണ ശാപം ഉണ്ടാവും, അതുകൊണ്ട് ചെയ്തു കൊടുക്കണം. പക്ഷെ അതേസമയം തൻ്റെ ആയുധങ്ങളൊക്കെ ഏട്ടൻ്റെ കൊട്ടാരത്തിലാണ്, ധർമ്മപുത്ര കൊട്ടാരത്തിലാണ്. അവിടെ ഇപ്പോൾ പാഞ്ചാലി ഉണ്ട്. അങ്ങനെ ഞാനവിടെ പോയി കഴിഞ്ഞാൽ വ്യവസ്ഥ പ്രകാരം ഞാൻ തീർത്ഥാടനത്തിന് പോകേണ്ടി വരും കുറേ കാലം. എന്നിരുന്നാലും പരോപകാര തൽപരനും ത്യാഗമനസ്സുള്ള ഒരു മഹാത്മാവുമാണ് അർജുനൻ. അദ്ദേഹം ആയുധമൊക്കെ എടുത്ത് ആ പശുക്കളെ വീണ്ടെടുത്ത് ബ്രാഹ്മണന് കൊടുത്ത് ബ്രാഹ്മണൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. അതിനുശേഷം വ്യവസ്ഥ പ്രകാരം അദ്ദേഹം തീർത്ഥാടനത്തിന് പോവുകയാണ്. എവിടേക്കോ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിരിക്കാം എന്നൊക്കെ പറയാറുണ്ട് അർജുനൻ. ഏതായാലും തീർത്ഥാടനം കഴിഞ്ഞ് അദ്ദേഹം പ്രഭാസ് തീർത്ഥത്തിൽ അത് ആ തീർത്ഥയാത്ര അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ വച്ചിട്ടാണ് അത്രേ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയും അതിസുന്ദരിയുമായിരിക്കുന്ന സുഭദ്രയെ കാണുന്നതും ആ സുഭദ്രയെ വിവാഹം ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയതും അത് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, അർജുന, അത് ബുദ്ധിമുട്ടാണ്. കാരണം ഏട്ടൻ തൻ്റെ പ്രിയ ശിഷ്യനായിരിക്കും ദുര്യോധനന് സുഭദ്രയെ കൊടുക്കണമെന്നാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു തരത്തിൽ തീരുമാനിച്ചിരിക്കുന്നതും. അപ്പോൾ ആ തീരുമാനം മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നാടകം അരങ്ങേറേണ്ടി വരും എന്ന് ഭഗവാൻ അറിയാം. അർജുനൻ പറയുന്നുണ്ട്, കൃഷ്ണ വിചാരിച്ചാൽ നടക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം പ്രപഞ്ച നാടകം കൊണ്ടുനടക്കുന്ന ആളാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ അർജുന, താൻ ഈ താടിയും തലയൊന്നും പഠിക്കണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു സന്യാസി വേഷം കെട്ടിയിട്ട് ആരും അറിയാത്ത പോലെ ദ്വാരകയിൽ വരൂ. അവിടെ വന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലൊങ്ങാനും ഇരുന്നോളൂ. കമണ്ടിലുണ്ടാവണം, കൈത്താങ്ങി ഉണ്ടാവണം, രുദ്രമഷമാലയൊക്കെ വെച്ചോളൂ. എന്നിട്ട് കണ്ണടച്ചിരിക്കുക. എന്തിനെങ്കിലും ധ്യാനിച്ചോളൂ, ഭഗവാനെയോ സുഭദ്രയോ ആരെയാണെന്ന് വെച്ചാൽ. അങ്ങനെയാണ് കപട സന്യാസി വേഷധാരിയായിട്ട്. ഇവിടെയാണ് ഈ സന്യാസിമാരെ കുറിച്ചൊരു വിമർശനം വരുന്നത്. സീതയെ കൊണ്ടുപോകാനും രാവണൻ സന്യാസി വേഷം എടുത്താണ് വന്നത്. ഇവിടെ സുഭദ്രയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അർജുനനും സന്യാസി വേഷം എടുത്തു. അപ്പോൾ പറയുന്നത് സന്യാസിമാരിലും കപടമായിട്ടുള്ളതായ അവസ്ഥ ഉണ്ടാവാം എന്ന് ഒരു സൂചനയുണ്ട് ഇവിടെ. ശരിയാണത്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ദ്വാരയെ വന്നു. അവിടെ ഒരു ആൽവൃക്ഷത്തിന് ചുവട്ടിൽ നിന്ന് വിചാരിച്ചോ ഇരുന്നു. അങ്ങനെ അവിടെ ധ്യാനമൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാർ കാണാൻ വന്നു തുടങ്ങി. നല്ല തിരക്കായി, എല്ലാവർക്കും സമാധാനമായി. പുത്രനാണ്. എന്താ പറയുക, ഉറച്ച ശരീരം, അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ചെറുപ്പമാണ്. പിന്നെ നല്ല തേജസ്വിയായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ എല്ലാവരും വരുന്നു, തൊഴുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നവർ പഴവും പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അർജുനൻ വിചാരിക്കുക വരേണ്ട ആൾ മാത്രം വന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിവരം ബലരാമൂർത്തി അറിയുന്നതും. ബലരാമൂർത്തി ശ്രീകൃഷ്ണൻ ചോദിച്ചു, ഇത്രയും ഇങ്ങനെ ഒരു സന്യാസി ഇവിടെ വന്നതറിഞ്ഞോ ചോദിച്ചു. അപ്പോൾ അറിഞ്ഞു, ഞാൻ കാണുകയും ചെയ്തു. പക്ഷേ അയാൾ ശരിയായ സന്യാസിയായിട്ട് എനിക്ക് തോന്നിയില്ല ഏട്ടാ. അതൊരു കപടമായിട്ടാണ് തോന്നിയത്, വിശ്വസിക്കാൻ വയ്യ അയാളെ എന്നൊക്കെ പറഞ്ഞൊരു മുൻകൂർ ജാമ്യം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ബലരാമൂർത്തി പറഞ്ഞു, ഞാനിന്ന് കാണാൻ പോവാം എന്നും പറഞ്ഞ് ബലരാമൂർത്തി പുറപ്പെടുന്ന സമയത്ത് ഒലയ്ക്കും കലപ്പിയൊക്കെ എടുത്തപ്പോൾ ഭഗവാൻ ചോദിച്ചു, സന്യാസി കാണാൻ പോകുമ്പോൾ ആരെങ്കിലും ഒലയ്ക്കും കലപ്പിയും കൊണ്ടുപോകുമോ? വല്ല ഫലമൂലങ്ങളോ പൂവൊക്കെ അല്ലേ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവിടെ ഒപ്പിച്ച് ബലരാമൂർത്തിയെ കൊണ്ടുപോയി സന്യാസിയെ കാണിച്ചു. കണ്ണടച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ജപിച്ചുകൊണ്ടിരുന്നോളൂ, കണ്ണടച്ചിരുന്നോളൂ,
കൈ മടക്കി പിടിച്ചോളൂ. കൈ നിവർത്തി കഴിഞ്ഞാൽ ഈ കയ്യിൽ അസ്ത്രം വിട്ടതായ തഴമ്പ് കാണാൻ പറ്റും. ഇപ്പം സംശയവും. അതുകൊണ്ട് കണ്ടു. ബലരാമൂർത്തി വളരെ സന്തോഷമായി. ഈ സന്യാസി ഈ മരത്തിൻ്റെ ചുവട്ടിലല്ല ഇരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ സന്യാസി അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേണ്ട കേട്ടോ, ഇയാളെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. തനിക്കല്ലെങ്കിലും സന്യാസിമാരെ വിശ്വാസമില്ലാത്ത പോലെ തോന്നുക. സാരമില്ല എന്നും പറഞ്ഞിട്ട് ബലരാമൂർത്തിയുടെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് പല്ലക്കിൽ കയറ്റി സന്യാസി അന്തഃപുരത്തിൽ കൊണ്ടുവന്നാക്കി. അന്തഃപുരത്തിൽ കൊണ്ടുവന്നാക്കുക മാത്രമല്ല, സുഭദ്രയെ വിളിച്ചു പറഞ്ഞു, ഈ സന്യാസി വേണ്ട പോലേക്ക് ശുശ്രൂഷിച്ചോളൂ, നിനക്ക് പറ്റിയ ഒരു ഭർത്താവിനെ കിട്ടും അനുഗ്രഹം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് സുഭദ്രയാണ് ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചത്. ഭഗവാന്റെ നാടകത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ കേട്ടു. ഏതായാലും അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ശുശ്രൂഷിച്ചിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ തിരിച്ചറിയാൻ സാധിച്ചു. അവരിൽ അനുരാഗമുണ്ട്. സുഭദ്രയ്ക്കും അർജുനെ കേട്ടറിവുണ്ട്, ഉള്ളൊരു പ്രേമമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബലരാമൂർത്തി കുറച്ച് കാലത്തേക്ക് ദ്വാരകയിൽ നിന്ന് മാറി നിൽക്കേണ്ട വന്നു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഞാൻ 2 ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്, ഇവിടുത്തെ കാര്യമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒക്കെ നോക്കാം, പക്ഷേ ഈ സന്യാസിയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല, എനിക്ക് അയാളെ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞു. അത് സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും എന്നും പറഞ്ഞു ബലരാമൂർത്തി. അദ്ദേഹം മാറി നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞു അർജുനനോട് അതുപോലെ സുഭദ്രയോടും, എൻ്റെ തേര് വിട്ടു തരാം, വേഗം ഇവിടുന്ന് പൊക്കോളൂ, രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ 2 പേരും യോജിച്ചവരാണ്, അതുകൊണ്ട് ചില നാടകമൊക്കെ വേണ്ടി വരുമല്ലോ, പോയിക്കോളൂ, ബാക്കി നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് സുഭദ്രയെ കൂട്ടിക്കൊണ്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് വന്നു ബലരാമൂർത്തി. ശ്രീകൃഷ്ണനോട് ചോദിച്ചു, എങ്ങനെയുണ്ടല്ലോ കാര്യങ്ങളും? അപ്പോൾ പറഞ്ഞു, എല്ലാ കാര്യമൊക്കെ ഭംഗിയാണ്, പക്ഷേ ഇവിടെ സന്യാസിയും കാണാനില്ല, സുഭദ്രയും കാണാനില്ല. സുഭദ്ര സന്യാസിയും കൊണ്ട് പോയി എന്നാണ് കേട്ടത്. കാരണം തേര് ഓടിച്ചത് സുഭദ്രയാണ്. തടിയും തലയൊക്കെ ആയിട്ട് അർജുനൻ പിൻഭാഗത്തിൽ ഇരിക്കലേ ഉണ്ടായുള്ളൂ. കോപിച്ചു ബലരാമൂർത്തി. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ രഹസ്യമായിട്ട് പറഞ്ഞത്, മറ്റൊരു കാര്യം കൂടി പറയാം, ഏട്ടൻ കോപിക്കരുത്, ആ സന്യാസിയായിട്ട് ഇരിക്കുന്നിരുന്നത് അർജുനായിരുന്നു അത്രേ. അങ്ങനെയാണ് ആ രഹസ്യം പറഞ്ഞു കൊടുത്തത്. ഇതും കൂടി കേട്ടപ്പോൾ കോപം പൂണ്ടു. ബലരാമൂർത്തി പാണ്ഡവരെ ഇല്ലാതാക്കാം നിശ്ചയിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞു, അതെ, ഇവിടെ ഇപ്പോൾ ദുര്യോധനേക്കാൾ എന്താ ഒരു കുറവ് അർജുനനുള്ളത്? ശ്രേഷ്ഠനാണ് അദ്ദേഹം. പിന്നെ സുഭദ്രയ്ക്കും പ്രിയം അർജുനനോടാണ് താനും. എന്തിനായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വാശി പിടിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് വിവാഹം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാം എന്ന് ഏട്ടനെ അതിഭംഗി സുന്ദരമായിട്ട് സമാശ്വസിപ്പിച്ച് കോപത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ച് അങ്ങനെ അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് ആ വിവാഹം ഏട്ടനും കൂടി കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി ആ വിവാഹമൊക്കെ ഗംഭീരമായിട്ട് നടത്തി. അത് മാത്രമല്ല, സത്യഭാമയോട് കൂടിയിട്ടും ഏട്ടനോട് കൂടിയിട്ടും ബലരാമനോട് കൂടിയിട്ടും കുറച്ചു കാലമൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. സുഭദ്രയ്ക്ക് ഒരു സന്തോഷമായിക്കോട്ടെ, തൻ്റെ സഹോദരിയാണല്ലോ. ഇവിടെ എത്ര രസമായിട്ടാണ് ഭഗവാന്റെ പ്രവർത്തന ചാതുര്യം നമ്മൾ കാണുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സുഭദ്രാഹരണം എന്നുള്ളതായ ആ ഒരു ലീല അതിരസമായിട്ട് ഭഗവാൻ അവതരിപ്പിച്ചു ഇവിടെ. അങ്ങനെ സുഭദ്ര അർജുനൻ്റെ പത്നിയായി. അതിനുശേഷമാണ് പിന്നെ അതിൽ മകനുണ്ടാവുന്നതും അഭിമന്യുവിന് ഉത്തരയെ വിവാഹം ചെയ്യുന്നതും പരീക്ഷിത് മഹാരാജാവിൻ്റെയൊക്കെ വരവും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ നാടകം ഭഗവാൻ അവതരിപ്പിക്കുന്നതൊക്കെ. രസമാണിതൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭഗവാനോട് നമുക്കൊരു മാനസികമായ ഭക്തിയും അടുപ്പമൊക്കെ ഉണ്ടാവണം. ഹരിശരണം.